Good morning, students. Now, listen the remaining part of our story. This activity. Activity 5, അതായത് പേജ് നമ്പർ 65. അതിന് മുമ്പ് പേജ് നമ്പർ 64 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വിട്ടു പോയതുണ്ട്. വിച്ച് കാറ്റഗറി ഡസ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബിലോങ് ടു? ഡിസ്കസ്, അതായത് അന്ന് ഡിഫറെൻറ്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നു. പല തരത്തിലുള്ള സ്റ്റോറീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മിത്ത്, അതുപോലെ തന്നെ ഫേബിൾ, ടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഏത് ടൈപ്പ് സ്റ്റോറിയാണ് നമ്മളുടെ ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അനക്ഡോട്ടാണ്. നേരത്തെ ഒരുപാട് തവണ പറഞ്ഞതാണ് സ്റ്റോറി പറഞ്ഞത്. ഇതൊരു ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അനക്ഡോട്ടാണ് എന്നുള്ളത്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്ന സംഭവം. അമ്യൂസിങ് ആയിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റ്. ഏറ്റവും ഉദാഹരണമാണ് സ്റ്റോറി തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ മൈ എന്നൊക്കെ വെച്ചാണ്. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആവുന്ന സ്റ്റോറിക്കാണ് എന്ത് പറയുന്നത്, അനക്ഡോട്ട് ആയിരിക്കും മിക്കവാറും. കാരണം സ്റ്റോറിയുടെ നറേറ്റർ തന്നെയാണ് കഥ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുപ്തയുടെ റിയൽ ലൈഫിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 5, റൈറ്റ് അപ്പ്. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്. ബ്രെയിൻ വർക്ക്. അപ്പോൾ ഇവിടെ ബ്രെയിൻ വർക്ക് എന്താണെന്ന് പറഞ്ഞത്, കാരണം ഇതാര് പറഞ്ഞ ഡയലോഗാണ്? ആര് പറഞ്ഞത്? മാഗി പറഞ്ഞതാണ്. മാഗിക്ക് ഇഷ്ടം ഏത് ജോലി? എൻ്റെ തല ഉപയോഗിച്ച് ചെയ്യുന്ന ജോലി ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ബ്രെയിൻ വർക്ക്. അതിനാണ് ബ്രെയിൻ വർക്ക് എന്ന് പറയാം. ഹൗ ഫാർ ക്യാൻ യു റിലേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ടു യുവർ ലൈഫ്? മാഗിയുടെ ഇഷ്ടം ബ്രെയിൻ വർക്ക് ചെയ്യാനാണ്, ഒരിക്കലും മെക്കാനിക്കൽ വർക്ക്, അതായത് യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു ജോലി ചെയ്യാൻ മാഗി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി എത്രമാത്രം ബന്ധമുണ്ടെന്നാണ് ചോദിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് പ്രൊഫഷൻ ഡു യു ലൈക്ക്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഏത് ടൈപ്പ് പ്രൊഫഷൻ ചെയ്യാനാണ് നിങ്ങൾക്കിഷ്ടം? മെക്കാനിക്കൽ, മടിയന്മാരാണെങ്കിൽ മെക്കാനിക്കൽ വർക്കാവും. കാരണം വെറുതെ അവിടെ ഇങ്ങനെ പോയിരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്തു വയ്ക്കുക. നേരം ചില സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം എന്തായിരിക്കും? ബ്രെയിൻ വർക്ക് ചെയ്യാനാവും ഇഷ്ടം. കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. അതുപോലത്തെ ഏതെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ റൈറ്റപ്പ്. അപ്പോൾ റൈറ്റപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എന്തിനെക്കുറിച്ചാണോ ടോപ്പിക്ക് ചോദിച്ചിരിക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കൊടുക്കുക. എക്സാമ്പിൾ ഞാൻ എഴുതിത്തരാം. അത് നിങ്ങളതാക്കി എഴുതരുത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് എഴുതുന്നത്. ഇറ്റ് മസ്റ്റ് ബി എ ബ്രെയിൻ വർക്ക്. അതൊരു ബ്രെയിൻ വർക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ. ഇനി ആക്ടിവിറ്റി 4, ലെറ്ററാണ്. ഈ ലെറ്റർ എന്ന് പറയുന്നത് ആർക്ക് അയക്കുന്ന ലെറ്ററാണ് നോക്കിയേ. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ brother's grave and write to you. A few weeks after the narrated departure, Maggie receives a letter from him. Maggie receives a letter from him. മാഗിയാണ് ഒരു കത്ത് സ്വീകരിക്കുന്നത്. ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? നറേറ്ററാണ് പറയുന്നത്. ഇവിടെ നറേറ്റർ ആരാണ്? ഗുപ്ത. അപ്പോൾ ഗുപ്ത അയക്കുന്ന ഒരു കത്താണ് വേണ്ടത്. വാട്ട് മൈറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ ലെറ്റർ? അപ്പോൾ കത്തിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കാം? ഡ്രാഫ്റ്റ് ദ ലെറ്റർ അസ്യൂമിങ് ദാറ്റ് യു ആർ ദ നറേറ്റർ. നിങ്ങൾ ഇവിടെ ഗുപ്തയാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് കത്ത് അയക്കേണ്ടത്. അപ്പോൾ കത്ത് അയക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്? അഡ്രസ്സ്, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചതുപോലെ എഴുതി വയ്ക്കരുത്. അഡ്രസ്സ്, പിന്നെ ഡേറ്റ്, ഓക്കെ, ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ഡിയർ ഗുപ്ത. അപ്പോൾ ഈ ഗുപ്തയുടെ അഡ്രസ്സൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഗുപ്ത ജോലി ചെയ്യുന്ന സ്ഥലം ഫോർട്ട് മൺട്രോ ആണ്, ഡെറാഗാസി ഖാനാണ്. തന്നിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് അതേപടി കൊടുക്കുക. പിന്നെ ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഡിയർ ഗുപ്ത എന്ന് പറഞ്ഞിട്ട്, സോറി ഗുപ്തയ്ക്കല്ലല്ലോ അയക്കുന്നത്, മാഗിക്കല്ലേ. അപ്പോൾ ഡിയർ മാഗി എന്ന് പറഞ്ഞു വേണ്ടി കൊടുക്കണം. കാരണം മാഗിക്കാണ് ഗുപ്ത ലെറ്റർ അയക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്? അന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോമിസ്? ഇയാളുടെ ബ്രദറിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്യും. ആൻഡ് ഹീ പ്ലേസ് ദി ഫ്ലവർ ബൈ ഹെർ ഷില്ലിങ്, അല്ലേ, അവളുടെ ഷില്ലിങ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള ഫ്ലവർ ഇയാളുടെ ടോംബിൽ വെക്കും എന്ന് പറഞ്ഞൊരു പ്രോമിസ് അവിടെ ചെയ്തിരുന്നു. ആ പ്രോമിസൊക്കെ നിറവേറ്റി എന്ന് പറഞ്ഞിട്ട് വേണം ലെറ്റർ അയക്കാൻ. ഓക്കെ. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് 3 പാരഗ്രാഫ് ആക്കിയിട്ട് ലെറ്റർ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ പാരഗ്രാഫിൽ കണ്ടൻറ്റ് ഓഫ് ദ ലെറ്റർ, മൂന്നാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ. ജസ്റ്റ് ഐ സ്റ്റോപ്പ് മൈ ലെറ്റർ എന്നെങ്കിലും വേണം. അത് 3 പാരഗ്രാഫ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് എന്ത് വേണം? സബ്സ്ക്രിപ്ഷൻ വേണം. എന്ന് വെച്ചാൽ യുവേഴ്സ് ലവിംഗ്ലി. ഇതൊക്കെ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പിന്നെ സിഗ്നേച്ചർ,
ഗുപ്ത. ഓക്കെ, അപ്പോൾ ലെറ്ററും എഴുതിയെടുക്കുക. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ റോൾ പ്ലേ ആണ്. ഈ റോൾ പ്ലേയിൽ പറയുന്നത് മാഗി റീഡ്സ് ദ ലെറ്റർ. അങ്ങനെ മാഗി എന്ത് ചെയ്യുന്നു, ഗുപ്തയുടെ ലെറ്റർ വായിക്കുന്നു. അത് വായിച്ച് ഷീ കനോട്ട് സ്ലീപ്പ് ഫോർ മെനി ഡേയ്സ്. ഒരുപാട് ദിവസം അവൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കാരണം ഇമാജിൻ ദാറ്റ് വൺ ഡേ മിസ്റ്റർ ഗുപ്ത റിസീവ്സ് എ കോൾ ഫ്രം ഹർ. വാട്ട് വുഡ് ഷീ സേ? അങ്ങനെ ഗുപ്തയ്ക്ക് അവൾ വിളിക്കുകയാണ്. ആ ലെറ്ററിന് മറുപടി അവൾ അയക്കുകയല്ല ചെയ്യുന്നത്, പകരം അവൾ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിസ്കസ് വിത്ത് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി തമ്മിലുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ടെലിഫോണിക് കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹലോ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതല്ലെങ്കിൽ ഹായ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹായ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കോൺവെർസേഷൻ ആവും. അപ്പോൾ ടെലിഫോണിക് കോൺവെർസേഷൻ അതും ഞാൻ സെൻഡ് ചെയ്ത് എഴുതി വയ്ക്കാം കേട്ടോ. പിന്നെ ആക്ടിവിറ്റി 8 ആണ് റിവ്യൂ. അപ്പോൾ റിവ്യൂവിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് നോക്കണം. ഈ റിവ്യൂ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ യങ് സീഗലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ റിവ്യൂ എഴുതേണ്ട രീതിയൊക്കെ പഠിച്ചതാണ്. ഇവിടെ റീഡ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എഗെയിൻ ആൻഡ് ഡിസ്കസ് ദ ഫോളോയിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ സംഭവങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ എഴുതാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. കാരണം ഇത് തീം ഓഫ് ദ സ്റ്റോറീസ് പറഞ്ഞാൽ ദ ബോൺസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പാണ്. മനുഷ്യ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ചാണ് കഥ പറയുന്നത്. സ്റ്റൈൽ ഓഫ് നരേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റൈൽ ഓഫ് നരേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. എന്ന് വെച്ചാൽ ഐ അല്ലെങ്കിൽ മീ എന്നൊക്കെ വെച്ചിട്ടാണ് സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ലാംഗ്വേജ് ഈസ് വെരി സിമ്പിളാണ്. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ, സൂത്തിങ് എഫക്റ്റാണ് ഇമ്പാക്റ്റിന് കൊടുത്തിരിക്കുന്നത് അല്ലേ. കാരണം ഇവിടെ വേർഡ്സ് കൊണ്ടും അവരുടെ എക്സ്പ്രഷൻസും കൊണ്ടുമാണ് ഈ സ്റ്റോറിയുടെ കഥ വളരെ സ്മൂത്തായിട്ട് പോയിരിക്കുന്നത്. ലൊക്കേഷൻ എവിടെയാണ് സ്റ്റോറി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ലണ്ടൻ സിറ്റിയിലാണ്. ക്യാരക്ടറൈസേഷൻ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദർ ഇൻ ദ സ്റ്റോറി, ദർ ആർ 3 വിസിബിൾ ക്യാരക്ടേഴ്സ് 3 ആളാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. ഇവിടെ ആരൊക്കെയാണ്, ഗുപ്ത, മാഗി, പിന്നെ മിസ്സിസ് ക്ലിഫോർഡ്, പിന്നെ ഇൻവിസിബിളായിട്ട് ഒരാളും കൂടിയുണ്ട്. ആരാണ്, ഫ്രാങ്ക് ആണ്. പിന്നെ ഡയലോഗ്സ് ആർ യൂസ്ഡ് ഹിയർ അല്ലേ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഡയലോഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ഡയലോഗ്സ് ഉപയോഗിക്കുന്നത്, ഈ സ്റ്റോറി ലൈവായിട്ട് നടക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റോറിക്കൊരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡയലോഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദി സ്റ്റോറി. ഓപ്പണിംഗ് സ്റ്റോറി എവിടെയാണ് കിടക്കുന്നത്, പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് സ്റ്റോറി ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ എൻഡിങ് എവിടെയാണ്, എൻഡിങ് ഗുപ്തയുടെ വീട്ടിലുമാണ്. അപ്പോൾ രണ്ടിലും ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണുന്നത്. ഓപ്പണിങ്ങിൽ ഇവിടെ കാഷ്യറും അതുപോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എൻഡിങ്ങിലാണ് മാഗി ഗേവ് എ ഷെല്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത, റിക്വസ്റ്റിനായിട്ട് മിസ്റ്റർ ഗുപ്തയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി അറ്റംപ്റ്റ് എ ക്രിറ്റിക്കൽ റിവ്യൂ ഓഫ് ദി സ്റ്റോറി. ക്രിറ്റിക്കലായിട്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച് വേണം റിവ്യൂ എഴുതാൻ. അതിൻ്റെ വേറൊരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഹൗ ടു റൈറ്റ് എ റിവ്യൂ. ആദ്യം തീം വേണം, സ്റ്റൈൽ ഓഫ് നരേഷൻ വേണം, ലാംഗ്വേജ് വേണം, ക്യാരക്ടറൈസേഷൻ വേണം, യുവർ പേഴ്സണൽ ഒപ്പീനിയൻ വേണം. ഈ സ്റ്റോറി ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് വേണം. അതിലെന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം റിവ്യൂ എഴുതി വെക്കാൻ. ഈ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ പെട്ടെന്ന് കിട്ടും. അതിന് സ്റ്റോറി നന്നായിട്ട് മനസ്സിലാവണം. സ്റ്റോറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഴുതാൻ പറ്റുള്ളൂ. തീമിൽ നമ്മൾ ആരൊക്കെ ഉൾപ്പെടുത്തണം, ഓതർ ആരാന്ന് ഉൾപ്പെടുത്തണം, സ്റ്റോറിയുടെ പേരും ഉൾപ്പെടുത്തണം അല്ലേ. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് ദ ഓതർ. ആരാണ്, പ്രബോധ് കുമാർ മുഖോപാധ്യായയുടെ ഒരു അനക്ഡോട്ടാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവർ എന്നുള്ളത്. സ്റ്റൈൽ ഓഫ് നരേഷൻ പറഞ്ഞു, ദ നറേറ്റർ ഹിംസെൽഫ് ടെൽ ദ സ്റ്റോറി, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ദ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ ആണ്. പിന്നെ ക്യാരക്ടറൈസേഷൻ പറഞ്ഞു, ദർ ആർ 3 ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ അവരുടെ ആ ഒരു കഥയിലൂടെ നമ്മൾ സമ്മറി ആയിട്ട് പോകണം. ഓക്കെ, പിന്നെ പേഴ്സണൽ ഒപ്പീനിയനാണ് ലാസ്റ്റ് വേണ്ടത്. അതിലാണ് ക്രിറ്റിക്കൽ സമ്മറി വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഓതർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ റിവ്യൂ എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം, എഴുതിത്തരാം, അത് നിങ്ങൾ നോക്കിയേക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും വരിക, റിവ്യൂ കഴിഞ്ഞാൽ ആക്ടിവിറ്റി 9 ആണ്, റിപ്പോർട്ടിംഗ് ആണ്. ആക്ടിവിറ്റി 9 റിപ്പോർട്ടിംഗ്. ഇത് നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചതുമാണ് ചെയ്തതുമാണ്. ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ഫ്രം ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. റീഡ് ദം. ഷി ആസ്ക്ഡ്, ആർ യു ആൻ ഇന്ത്യൻ? Yes, excuse me, are you a vegetarian? Why do you ask that? I have heard that most Indians are vegetarians. How is it that you know anything about India? My elder brother is in India.
ഹീസ് എ സോൾജിയർ. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ദ വെരി നെക്സ്റ്റ് ഡേ ദ നറേറ്റർ ടോൾഡ് ഹിസ് ഫ്രണ്ട് അബൌട്ട് ദ ഗേൾ ആൻഡ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു കോൺവെർസേഷൻ മാഗിയും ഗുപ്തയും നടത്തുന്ന കോൺവെർസേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഷി ആസ്ക്ഡ്, ഇവിടെ ഷി ആരാണ്? മാഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ വൈ ഡു യു ആസ്ക് ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് ഗുപ്തയാണ്. അപ്പോൾ ഗുപ്തയും മാഗിയും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ പിറ്റേ ദിവസം ഗുപ്തയുടെ ഫ്രണ്ടിനോട് പറയാണ്. അപ്പോൾ മാഗി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു നമുക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സാധനമാണ്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന ആ ഒരു നിയമങ്ങൾ നിങ്ങൾ പഠിച്ചതുമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഷീ ആസ്ക്ഡ്. അപ്പോൾ ഈ ഷീ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായി? ആരാണ്? മാഗിയാണ് അല്ലേ? മാഗി ഷീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിനോടാണ് നമ്മൾ ഗുപ്ത എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിന് അറിയില്ല ഷീ എന്ന് പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ നമ്മൾ മാഗി എന്ന് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. മാഗി ആസ്ക്ഡ് മീ എന്ന് പറയാം. ഇങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച് തുടങ്ങേണ്ടത്. നിങ്ങൾക്കറിയാലോ, മാഗി ആസ്ക്ഡ് മീ, അതല്ലെങ്കിൽ ഷി ആസ്ക്ഡ് ഹെർ, ഷി ആസ്ക്ഡ് ഹിം. ഇവിടെ എന്നോട് ചോദിച്ചു എന്നാണ് മിസ്റ്റർ ഗുപ്ത എന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടുപേരും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാഗി ആസ്ക്ഡ് ഹിം എന്ന് പറയാം. ഹിം ഉപയോഗിക്കാം. ഇവിടെ മീ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം ഗുപ്ത തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ആർ യു ആൻ ഇന്ത്യൻ? താങ്കൾ ഇന്ത്യക്കാരനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ ഒരു എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്? അതിൻ്റെ ആൻസർ യെസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ആസ്ക്ഡ് മീ എന്ന് കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? വെദർ അതല്ലെങ്കിൽ ഈഫ് ചേർക്കണം. ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർത്തതിൻ്റെ കൂടെയാണ് പിന്നെ ഇവിടെ തന്നിരിക്കുന്ന യു ആണ്. നീ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ നീ ആരാണ്? ഇവിടെ ഗുപ്തയാണ്. ആ യുവിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു, ഹീയിലേക്ക് മാറ്റുന്നു. പിന്നെ ഇതാണ് എടുക്കേണ്ടത് ആർ എന്ന് പറഞ്ഞത് ഹീയുടെ കൂടെ ആർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് ഉപയോഗിക്കണം. അപ്പോൾ ആറിൻ്റെ പാസ്റ്റ് ഏതൊക്കെയാണ് വരിക? വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ ഹീയുടെ കൂടെ ഏത് ഉപയോഗിക്കുക? വാസ് ആണോ വേറാണോ ഉപയോഗിക്കുക? വാസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ വെദർ ഹി വാസ് അല്ലെങ്കിൽ ഈഫ് ഹി വാസ് എൻ ഇന്ത്യൻ, അത്രേ ഉള്ളൂ. ഈഫ് ഹി, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. കാരണം ഇത് ക്വസ്റ്റ്യൻ അല്ലാതാക്കി മാറ്റണം. ക്വസ്റ്റ്യൻ ആകുമ്പോഴാണ് ആദ്യം ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. അതായത് സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം സബ്ജക്റ്റാണ് വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് യുവിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു? ഹീയിലേക്ക് മാറ്റുന്നു. ഹി ഓർ ഷീ ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഹി ആറിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു? വാസിലേക്ക് മാറ്റുന്നു. അപ്പോൾ വെദർ അല്ലെങ്കിൽ ഈഫ് ഹി വാസ് എൻ ഇന്ത്യൻ. ഇവിടെ ഗുപ്ത മറുപടി പറയുന്നത് യെസ് എന്നാണ്. അപ്പോൾ ഗുപ്ത അഗ്രീഡ് ദാറ്റ്, അതല്ലെങ്കിൽ ഗുപ്ത കൺഫേംഡ് ദാറ്റ്. അങ്ങനെയാണ്. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കുക? അഗ്രീഡ്, സമ്മതിച്ചു എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ കൺഫേംഡ് എന്ന് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ കൊടുക്കാം. നോ ആണെങ്കിൽ ഡിസഗ്രീഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നെഗറ്റീവ്ലി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത് ചോദിക്കുക എക്സ്ക്യൂസ് മീ. അപ്പോൾ വീണ്ടും എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഒരു റിക്വസ്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഐ ആൻസേർഡ് ഇൻ ദ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ യെസ് എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. ദെൻ ഹി ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി. പിന്നെ വീണ്ടും അവൾ ചോദിക്കുകയാണ് ദെൻ ഷീ ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി. എന്നോട് വളരെ റിക്വസ്റ്റോട് കൂടി ചോദിച്ചു. അല്ലെങ്കിൽ ഷീ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞാലും മതി. ആർ യു എ വെജിറ്റേറിയൻ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആർ യു എന്നുള്ളത് ഇവിടെ നേരത്തെ ഹി വാസ് എൻ ഇന്ത്യൻ എന്നുള്ളത് ഐ ആണ് കേട്ടോ. മീ എന്ന് വന്നാൽ നമ്മൾ ഐ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഹീം എന്ന് വന്നാലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഹീ എന്ന് ഉപയോഗിക്കുക. ആസ്ക്ഡ് മീ എന്ന് വന്നത് കാരണം നമ്മൾ വീണ്ടും ഐ ഉപയോഗിക്കുന്നു. ഇഫ് ഐ വാസ് എ വെജിറ്റേറിയൻ, വാസ് ആറിനെ എന്താക്കി മാറ്റി? വാസിലേക്ക് മാറ്റി. പിന്നെ വീണ്ടും അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഐ എൻക്വയർഡ് വൈ ഡു യു ആസ്ക് ദാറ്റ് എന്നുള്ള ഗുപ്തയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഐ എൻക്വയർഡ് വൈ ഷീ ആസ്ക്ഡ് ദാറ്റ്. വൈ എന്നുള്ളത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നെ ഷീ എന്നുള്ളത് യു എന്ന് വൈ ഡു യു എന്നുള്ളത് നമ്മൾ എങ്ങനെയാക്കി മാറ്റുന്നത്? വൈ ഡു യു ആസ്ക് ദാറ്റ് എന്നുള്ളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വൈ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ കിടക്കണം. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്സിലറി വെർബിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ നൗൺ ഇപ്പുറത്ത് പ്രൊനൗണാണ്. യു എന്നുള്ളത് ഇവിടെ ഷീ ആണ്. നീ എന്ന് പറഞ്ഞാൽ ഷീ ആണ്, മാഗിയോടാണ് പറയുന്നത്. അപ്പോൾ ഡുവിന് പകരം ഇത് ഉപയോഗിച്ചു? ഷീ ഉപയോഗിച്ചു. വൈ ഷീ എന്നുള്ളതിന് പകരം യു എന്നുള്ളതിന് പകരം ഷീ.
പിന്നെ ഡു എന്നാണെങ്കിൽ ഡു ഓർ ഡസ് ആണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ വേർഡിൽ നിന്ന് കളയണം. ആസ്ക് എന്നുള്ളതിൻ്റെ V2 ഫോം ഉപയോഗിക്കണം. എന്താ ഉപയോഗിക്കുന്നത്? ആസ്ക്ഡ്, ദാറ്റ് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ദിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദാറ്റിലേക്ക് മാറ്റണം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതുപോലെ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ പഠിച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പോർട്ട് സ്പീച്ച് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷീ സെഡ്, വീണ്ടും അവൾ പറയുന്നത് ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻ എന്നുള്ളതാണ്. ഐ ഹാവ് ഹേർഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഐ എന്നുള്ളത് ഇവിടെ ആരാണ്? ഷീ ആണ് അല്ലേ, മാഗിയാണ്. ഹാവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് ആണ്. അപ്പോൾ ഷീ ഹാഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ, അതങ്ങനെ തന്നെ കിടക്കും. മോസ്റ്റ് ഇന്ത്യൻസ് ആർ എന്നുള്ളത് ഈ ആറിനെ നമ്മൾ മാറ്റണം. ഏതിലേക്ക്? ഇന്ത്യൻസ് വന്നത് കാരണം വേറാക്കി കൊടുക്കണം ഈ വെജിറ്റേറിയൻസ്. അതങ്ങനെ ഓക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? അതാരായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? ഗുപ്തയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് ഇത്രയും വലിയൊരു പാരഗ്രാഫ് തന്നെയാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഷി ആസ്ക്ഡ് എഗെയിൻ, അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് എഗെയിൻ, അല്ലെങ്കിൽ ഹി എൻക്വയർഡ് എഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഐ ഫർദർ ആസ്ക്ഡ് ഹെർ, അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് അല്ലേ. ഹൗ ഈസ് ദാറ്റ്, ഹൗ അങ്ങനെ തന്നെ കൊടുക്കാം. എന്നിട്ട് പിന്നെ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇറ്റാണ് ഇവിടെ അല്ലേ. ആ ഇറ്റിനെ ഇപ്പുറത്ത് കൊടുക്കാം. ഹൗ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇറ്റ് എന്നുള്ളത് എങ്ങനെയൊക്കെയാണ്? ഇറ്റ് എന്നുള്ളത് അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഈസ് എന്നുള്ളത് അതിലേക്ക് മാറും, വാസിലേക്ക് മാറും. ഹൗ ഇറ്റ് വാസ്. ദാറ്റ് അങ്ങനെ തന്നെ കൊടുക്കുന്നു. യു ആരാണ് ഇവിടെ? മാഗിയാണ്. അപ്പോൾ ഷീ അല്ലേ. നോ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിനെന്താക്കിയ? ന്യൂ എന്നാക്കി മാറ്റണം. KNEW, എനിത്തിങ് അബൌട്ട് ഇന്ത്യ. അപ്പോൾ അതൊക്കെ ആയല്ലോ. ഹൗ ഇറ്റ് വാസ് ദാറ്റ് ഷീ ന്യൂ എനിത്തിങ് അബൌട്ട് ഇന്ത്യ എന്നായി മാറി. ഇനി നെക്സ്റ്റ്, മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീസ് എ സോൾജിയർ. വളരെ സിമ്പിളാണ്. മാഗി റിപ്ലൈഡ് ദാറ്റ്, അങ്ങനെ തന്നെ പറയാം. ഷീ റിപ്ലൈഡ് ദാറ്റ് മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. എന്താണ്? ഈസിന് പകരം എന്താ കൊടുക്കേണ്ടത്? വാസ് കൊടുക്കണം. ഹി ഈസ് എ സോൾജിയർ, ഈസിന് പകരം എന്ത് കൊടുക്കണം? വാസ് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് പറയാൻ സാധിച്ചു. ഇനി ഇതിനെ നെക്സ്റ്റ് നോക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീച്ച് ആൻഡ് റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിലും അതുപോലെ തന്നെ ഡയറക്റ്റ് സ്പീച്ചിലും വ്യത്യാസം വരുന്ന കാര്യങ്ങളാണ്. അതിൽ നോട്ട് 1 അതും കൂടെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ നോട്ട് 1 എന്താ പറയുന്നത്? ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ്, ദ ടെൻസ് ഇൻ ദ ഡയറക്റ്റ് ക്യാൻ ബി റീറ്റെയിൻഡ്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പ്രസൻറ്റിലോ പ്രസൻറ്റ് പെർഫെക്റ്റിലോ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഈ ആസ്ക്ഡ് എന്നൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഈ ആസ്ക്ഡ് അതുപോലെ തന്നെ എൻക്വയർഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. ഇവിടെ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എന്ന് അതങ്ങനെ ആ ഒരു സെൻറ്റൻസിനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെഡ് ദാറ്റ് എന്നുള്ളത് സെഡ് എന്നുള്ളത് എന്തിനാണ് തന്നിരിക്കുന്നത്? പാസ്റ്റിലാണ് തന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കുക എന്ന് പറയാം. ഇനി ഷേക്സ്പിയർ ഹാസ് സെഡ് ദാറ്റ് വൺ മേ ലവ് ആൻഡ് ലവ് മേ വില്യൻ. അതുപോലെ തന്നെ ഇവിടെ ഹാസ് സെഡ്, ഈ സെഡ് എന്നുള്ള ഇതിലെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? റിപ്പോർട്ടിംഗ് വെർബാണ് മാറ്റേണ്ടത്. ഷേക്സ്പിയർ പറഞ്ഞൊരു കോട്ടിംഗ് ലൈനെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെഡ് എന്നുള്ളതിനെ ഇതിലേക്ക് മാറ്റണം, ഹാസ് സെഡ് എന്നുള്ളതിലേക്ക് മാറ്റണം. കാരണം എങ്ങനെയാണ്? സെയ്സ് എന്നായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. ഷേക്സ്പിയർ സെയ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഹാസ് സെഡ് പറഞ്ഞിട്ടുണ്ട് എന്നാക്കി മാറ്റുക. പിന്നെ ഇനി നെക്സ്റ്റ്, ദ കോണ്ടെക്സ്റ്റ് of the conversation should be borne in mind while reporting it. The reporting verb and adjective may be selected accordingly. ഇപ്പോൾ ഇതേപോലെ നമ്മൾ യെസ് എന്നൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ദ കൺവിറ്റ് അഗ്രീഡ് ദാറ്റ്, ദ കൺവിറ്റ് കുറ്റവാളി സമ്മതിച്ചു എന്നുള്ളതാണ്. ഐ വിൽ ലൈ ഡൗൺ, ഞാൻ നുണ പറയുകയാണെന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു നോക്കിയേ. യെസ് എന്നുള്ളത് എന്താക്കി മാറ്റി? കൺവിറ്റ് അഗ്രീഡ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. യെസ് അല്ലെങ്കിൽ നോ തരികയാണെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റണം? അത് അഗ്രീഡ് എന്നാക്കി മാറ്റണം എന്നുള്ളത്. ഹി വുഡ്, യെസ് ഐ എന്നുള്ളത് ഹി ആക്കി മാറ്റി, വിൽ എന്നുള്ളത് വുഡ് ആക്കി മാറ്റി, ലൈ ഡൗൺ അതങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ എ റിപ്പോർട്ട് സ്പീച്ച്. ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ചോദിക്കുന്നതാണ്. ഇതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ആരായിരിക്കും ഇവിടെ ചോദിക്കുന്നുണ്ടാവുക? ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഞാൻ മിസ് ക്ലിഫോർഡ് എന്നോ ആലീസ് എന്നോ വിളിക്കട്ടെ എന്ന്. അപ്പോൾ ഗുപ്തയാണ് അവിടെ ചോദിക്കുന്നുണ്ടാവുക.
ഇത് ഷോൾ എന്ന് വെച്ച് തുടങ്ങിയത് കാരണം തന്നെ ഇത് ക്വസ്റ്റ്യനാണ്. ഇത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം മിസ്റ്റർ ഗുപ്ത അല്ലെങ്കിൽ ദ നറേറ്റർ ആസ്ക്ഡ് ദ ഗേൾ അല്ലെങ്കിൽ മിസ്റ്റർ ഗുപ്ത ആസ്ക്ഡ് ദ ഗേൾ. ഈ ഷാൾ എന്നുള്ള റിപ്പോർട്ട് സ്പീച്ച് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയത് കാരണം ഇഫ് വെച്ച് കൊടുക്കണം. ഐ എന്നുള്ളത് ഹി എന്ന് കൊടുക്കുക. ഇഫ് ഹി, പിന്നെ ഷാളിൻ്റെ പാസ്റ്റ് ഷുഡ്. ഇഫ് ഹി ഷുഡ് കോൾ യു എന്ന് പറഞ്ഞാൽ ആരെയാണ്? മാഗിയെയാണ്. അപ്പോൾ ഹെർ, കാരണം ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് ഹി ഷുഡ് കോൾ ഹെർ മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്. അപ്പോൾ അത് മനസ്സിലായല്ലോ, അത്രയുള്ള സംഭവം കേട്ടോ. ഇനി ഐ ആം നോട്ട് ഗ്രോൺ അപ്പ്. ഇവിടെ ഐ ആം എന്ന് പറഞ്ഞത് ആരെയാണ്? മാഗിയാണ്. അപ്പോൾ മാഗി റിപ്ലൈഡ് ദാറ്റ്. മാഗി റിപ്ലൈ എന്താ? ഐ എന്നുള്ളത് മാഗി ആയത് കാരണം ഷീ വന്നു. ആം എന്നുള്ളതും ഷീയുടെ കൂടെ ഉപയോഗിക്കേണ്ടത് ബോസ് ആണ്. അപ്പോൾ ഷി വാസ് നോട്ട് ഗ്രോൺ അപ്പ്, അത്രേ ഉള്ളൂ. യു മേ കോൾ, യു എന്ന് പറഞ്ഞാൽ ഹി ആണ് അല്ലേ. മേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് മൈറ്റ് ആണ്. ഹി മൈറ്റ് കോൾ. പിന്നെ മീ എന്നുള്ളത് എന്നെ എന്ന് പറയുന്നത് ആരെയാണ്? അവളെ എന്നാണ്. അപ്പോൾ ഹെർ. വാട്ട് യു ലൈക്ക്, അങ്ങനല്ലേ. വാട്ട് യു എന്നുള്ളത് ആരാണോ മിസ്റ്റർ ഗുപ്തയോടാണ് പറയുന്നത്. അപ്പോൾ ഷീ എന്ന് തന്നെ പറയണം. യു എന്നുള്ളതിന് പകരം ഷീ കൊടുക്കുക. ലൈക്ക്ഡ്, അപ്പോൾ സോറി ഹി എന്ന് കൊടുക്കുക കേട്ടോ. മിസ്റ്റർ ഗുപ്തയായത് കാരണം വാട്ട് ഹി ലൈക്ക്ഡ്. ഇനി അടുത്തത് ഷീ ലോഫ്ഡ്. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്. അപ്പോൾ ഷീ ലോഫ്ഡ് ആണ്. ഷീ ലോഫ്ഡ് ആൻഡ് സെഡ് ആണ് പറയുന്നത് ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. അപ്പോൾ എന്താ പറയുന്നത്? ഷീ ചിരിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. ഷീ ലോഫ്ഡ് ആൻഡ് സെഡ് ഐ ആം എന്നുള്ളത് ഷീ വാസ് യൂഷ്വലി കോൾഡ് മാഗി. അതങ്ങനെ തന്നെ എഴുതി കൊടുക്കാം, അവിടെ ഒന്നും മിസ്റ്റേക്ക് ഇല്ല. ഇനി ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്. വെദർ എന്നെ വീണ്ടും ചേർക്കണം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ, അല്ലെങ്കിൽ ഇഫ് ചേർത്ത് കൊടുക്കുക. ഇഫ് ഷീ വാസ് വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്. ഷീ വാസ് എന്ന വരും എന്നെ വരും കേട്ടോ, കാരണം ഷീ വാസ് ആൻഷ്യസ് ടു ഗ്രോ അപ്പ്. അപ്പോൾ ആൻസർ യെസ് ആണ് വന്നിരുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്? ഷീ അഗ്രീഡ് ദാറ്റ്. ടെൽ മീ വൈ. അപ്പോൾ ഹി ആസ്ക്ഡ് ദ റീസൺ എന്ന് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടെൽ മീ വൈ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹി ആസ്ക്ഡ് ദ റീസൺ, അതിന് കാരണം ചോദിച്ചു എന്നാണ്. ഓക്കെ. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? വെൻ ഐ ഗ്രോ അപ്പ്. വീണ്ടും ഒരു പറയാണ്, മാഗി പറയാണ് വെൻ ഷീ ഗ്രോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഗ്രീവ് ആണ്. ഐ ഷാൾ, ഷീ ഷുഡ് ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക് എന്നുള്ളത് ഹെർ വർക്ക്. ഓക്കെ. മൈ എന്നുള്ളത് ഹെർ. ബ്രദർ വാസ് ഓൾഡ്. ഓക്കെ. മദർ വാസ് ഓൾഡ്. ഈസ് ദ വർക്ക് യു ടു ഡു യുവർ ലൈക്കിംഗ്. വീണ്ടും അത് ചോദിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് ദ വർക്ക് വാസ് ഹെർ ഡു യു. ഡു എന്നുള്ളത് ഡിഡാണ് കൊടുക്കേണ്ടത്. ടു ഹെർ ലൈക്കിംഗ് എന്ന് വേണം കൊടുക്കാൻ. എങ്ങനെയാ വെച്ച് കൊടുക്കേണ്ടത്? ഷി വാസ് ഡൂയിങ് വാസ് ടു ഹെർ ലൈക്കിംഗ്. അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ആ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ആൻസർ നോ, ഷീ ഡിസഗ്രീഡ് ദാറ്റ് ദ വർക്ക് വാസ് ഈസ് എന്നുള്ളതിന് പകരം ബോസ് കൊടുക്കാം. ഐ വോണ്ട് വർക്ക്. ഐ എന്നുള്ളതിന് പകരം ആരാണ്? ഐ ആരാണ് ഇവിടെ? മാഗിയാണ്. അപ്പോൾ ഷീ വോണ്ടഡ് വർക്ക് എങ്ങനത്തെയാണ്? ദാറ്റ് വുഡ്. വില്ല് എന്നുള്ളതിന് ചേഞ്ച് ചെയ്യുക, വുഡ് ആക്കുക. മേക്ക് മീ എന്നുള്ളത് ഹെറാക്കി കൊടുക്കണം. യൂസ് മൈ ഹെഡ്. ഹെർ തന്നെ വീണ്ടും വരിക. ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. ഇനി നിങ്ങൾ കൂടുതലായിട്ട് ഈ സംഭവങ്ങൾ പഠിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ എന്തായി മാറും? ഹി ഓർ ഷീ ആയിട്ട് മാറും. പിന്നെ മീ ആണ് തന്നിരിക്കുന്നതിൽ ഹിം ഹെറായിട്ട് മാറും. നിങ്ങൾ നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് എഴുതി വെക്കണം. വി ആണെങ്കിൽ ദേ, എസ് ആണെങ്കിൽ ദം. അപ്പോൾ ഇത് പഠിക്കാതെ ഒരിക്കലും റിപ്പോർട്ട് സ്പീച്ച് നടക്കില്ല. യു വരുമ്പോൾ ഒന്നുകിൽ ഷീ, ആരാണോ ചോദിക്കുന്നതിനനുസരിച്ചാണ് വരിക കേട്ടോ. ഹി, ഷീ, ദേ മൂന്നും വരാം. യു അതുപോലെ തന്നെ യു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് ഹി, ഷീ, ദേ ഉപയോഗിക്കുക. സെൻറ്റൻസിൻ്റെ മൂന്നാമതൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഹിം, ഹെർ, ദം അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ അടുത്ത ഹിസ്, മൈ എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈ എന്നുള്ളത് വരുമ്പോൾ ഇവിടെ മൈ ആണ് കേട്ടോ. അപ്പോൾ ഈ മൈ എന്നുള്ളത് വരുമ്പോൾ ഹിസ്, ഹെർ, അതുപോലെ തന്നെ മൈ എന്ന് വരുമ്പോൾ എന്താ വരുന്നത്? ഹിസ്, ഹേഴ്സ് എന്ന് വരും. അവർ എന്നുള്ളത് ദെയർ, അവേഴ്സ് എന്നുള്ളത് ദെയേഴ്സ്, യുവർ, ഹിസ്, ഹെർ, ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. പ്രൊനൗൺ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി പ്രൊനൗൺ അല്ലാതെ പ്ലേസും ടൈമും ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് സ്പീച്ചിൽ നൗ ആണ് ഉപയോഗിക്കുന്നതിൽ ദെൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹിയർ ആണെങ്കിൽ ദേർ ഉപയോഗിക്കുക. ഹിയർ ആഫ്റ്റർ ആണെങ്കിൽ ദർ ആഫ്റ്റർ. ദിസ്, ദാറ്റ്, ദീസ് എന്നുള്ളത് ദോസ്, എഗോ, ബിഫോർ, ദസ്, സോ. പിന്നെ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ്,
പിന്നെ യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ അതല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഓർ ഫോളോയിങ് ഡേ, ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ദാറ്റ് വീക്ക് ബിഫോർ ഓർ പ്രീവിയസ് വീക്ക്, നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഫോളോയിങ് വീക്ക് എന്ന് ഉപയോഗിക്കാം, ലാസ്റ്റ് മന്ത് എന്നുള്ളത് പ്രീവിയസ് മന്ത് ഉപയോഗിക്കാം, നെക്സ്റ്റ് മന്തിലെ മന്ത് ആഫ്റ്റർ, ബ്രിങ്, പിന്നെ ടേക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, മാറ്റണമെന്നില്ല. ഹെൻസ് ദെൻസ് തന്നെ ഉപയോഗിക്കണം. ഹിദർ ദിദർ അതൊന്നും സാധാരണ അങ്ങനെ ചോദിക്കാറില്ല നിങ്ങളോട്. എന്തായാലും ഈ സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷമേ റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ പിന്നെ ഇതിൽ നോക്കിയിട്ട് ഓരോ വേർഡ്സ് അങ്ങനെ മാറ്റി കൊടുത്താൽ റിപ്പോർട്ട് സ്പീച്ചായി. പിന്നെ റൂൾസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന് പിന്നെ നൗൺ വെക്കണം, പിന്നീട് ഓക്സിലറി വെർബ് വെക്കണമല്ലോ. ഓക്സിലറി വെർബ്സിൻ്റെയും കൂടെ നാം തരുന്നുണ്ട്. ഈസ് എന്നുള്ളത് വാസ് ആക്കി മാറ്റുക, പിന്നെ വാസ് എന്നുള്ളത് ഹാഡ് ബീൻ ആക്കി കൊടുക്കണം. ആ രീതിക്കുള്ളതും കൂടെ ചേഞ്ചസ് ഞാൻ ചെയ്തു തരാം. ഓക്കെ.